ഇവിടെയല്ലേ ജഗൻ താമസിക്കുന്നത്? ആരാ? ജഗൻ, ജഗന്നാഥൻ, ജഗ്ഗു. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ നയൻ, നയൻ താരാദേവൻ. ദാറ്റ്സ് മൈ നെയിം. മോളുടെ പേരെന്താ? മോളോ? എവിടുന്നാ? ഒരുപാട് ദൂരെന്നാ. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഒരുപാട് ദൂരെ? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മോൾക്കറിയാഞ്ഞിട്ടാട്ടോ. എനിക്കൊരു പേരുണ്ട്, മോളെന്നല്ല, ഉണ്ണിമായാന്നാ. ഓ സോറി. ഈ പേരറിയില്ലെങ്കിൽ കേരളത്തിലൊരു സ്റ്റൈലില്ലേ, മോളു, മോനു, കുട്ടി, അങ്ങനെയൊക്കെയല്ലേ വിളിക്കൂ? എനിക്ക് മാതിരി സ്റ്റൈലൊന്നും അറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. ജഗൻ എവിടെ? തമ്പുരാനെ എങ്ങനെയാ പരിചയം? തമ്പുരാനോ? ആ കുട്ടി വിചാരിക്കും ഞാൻ തന്നെ ഉമ്മ വയ്ക്കാന്ന്. അങ്ങനെ ചെയ്യാതെ എങ്ങനെ തോന്നുന്നു? നീ വിട്ടാലല്ലേ മാറാൻ പറ്റൂ. എന്താ ഇത്? ഒരു മുന്നറിയിപ്പില്ല. വാട്ട് എ സർപ്രൈസ് മാൻ. എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഈസി മാൻ, ഈസി. ആർക്കിയോളജി റിസർച്ചിന്റെ കൂടെ ഞാനിപ്പോ അസ്ട്രോളജി പഠിക്കുന്നുണ്ട്. എനിക്കൊരു ESP ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില ബ്ലാക്ക് മാജിക്കും അറിയാം. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. അബ്സല്യൂട്ട്ലി അലോൺ. അതെ, ആ വണ്ടിയുടെ അകത്തുനിന്ന് സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അടച്ചോളൂ, ഇല്ലെങ്കിൽ കുട്ടികൾ കൈയിട്ട് തുറക്കും. ഓ ഐ എം സോറി. ഹെൽപ്പ് മീ യാർ. എന്റെ ബാഗേജസ് ഒക്കെ ഒന്ന് എടുക്കാൻ. നയൻ, ഇത് ഉണ്ണിമായ. ഞങ്ങള് മീറ്റ് ചെയ്തു. ഇത് നയൻതാര, എന്റെ ഫ്രണ്ടാ, ബാംഗ്ലൂരിൽ നിന്ന്. ചായ? ഒരു ചായ കിട്ടുമോ? പാലില്ല. പാൽ? ഇറ്റ്സ് ഓക്കേ. എനിക്ക് ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ. എന്താണൊരു വേഷം പത്രാസും. തമ്പുരാൻ പറഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ ഞാനിപ്പോ കൊടുത്തേനെ കട്ടൻ കാപ്പി. വന്നോ? ആരാ വന്നേ? ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. 1 ബ്ലാക്ക് കോഫി പ്ലീസ്. എന്ന് വെച്ചാ മാരാത്ത ടെലിവിഷനിൽ കാണാം അങ്ങനെ പറയണ ഒരു ഇളക്കക്കാരിയെ. അതുപോലെ ഒരെണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. എന്ത് പറ്റി ഈ കുട്ടിക്ക്? പ്രാന്ത്. കാലിന്റെ പെരുവരിൽ നിന്ന് അരിച്ചു കേറുന്നുണ്ട് എനിക്ക്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പറയണമില്ല. കാലം മറക്കിട്ട. എന്തൊരു മഹാനു. ലോങ് ഡ്രൈവിന്റെ ക്ഷീണം ഇപ്പഴാ മാറിയത്. ഇയാള് ഞാൻ സമ്മതിച്ചു. ഒരക്ഷരം മിണ്ടാതെയല്ലേ മുങ്ങിയത്. ഇവിടെ അങ്ങ് സുഖിച്ചു കൂടിയിരിക്കല്ലേ. എങ്ങനെയുണ്ട് എന്റെ കോലകം? റിയലി ഗ്രേറ്റ്. തന്റെ ആർക്കിയോളജി ലൈനിൽ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലമാണ്. കുഴിമാന്തി നോക്കിയാൽ വല്ലതും കിട്ടും. വല്ല ചെമ്പതകടോ മൺപാത്രോ. നോ, ഞാൻ ഇതിനെ വളരെ റൊമാൻറ്റിക്കായി അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ്. കൂടുതൽ ആളുകൾ ഒന്നും പാടില്ല, ഒരാണും ഒരു പെണ്ണും. നീ കോൾഡ് പിടിപ്പിക്കാതെ കേറി വൻ തല തോർത്ത്. തോർത്തി തരുവോ? ഇനി വാ. ഞാൻ കുളിക്കാൻ വേണ്ട വേണ്ട, ഞാൻ അപ്പുറത്തെ കടയിൽ കുളിച്ചോളാം. വേണ്ട, ഇവിടെ കുളിച്ചോളൂ. കുളിച്ചോളൂ ഉണ്ണിമായ. എന്റെ സ്വഭാവം മഹാ ചീച്ചേട്ടോ. ചുമ്മാ പാവം. ഭുവനേശ്വരി വെച്ച് വാങ്ങിയതാ, ഒരു മൈസ്ട്രോവിന്റെ കയ്യിന്ന്. ജനറേഷൻസ് പഴക്കമുള്ള പീസാ. കണ്ടപ്പോ ജഗനെ ഓർത്തു. ചോദിച്ച വില കൊടുത്ത് വാങ്ങി. താങ്ക്സ്. മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി പ്രാക്ടീസ് തുടങ്ങണം. എവിടെ സമയം തമ്പുരാന്? ഉത്സവം നടത്തലും അമ്പലം റെനോവേഷനും ഒരുപിടി ജോലികളില്ലേ. അതൊരു സുഖം. സിത്താർ വായനേക്കാളും വലിയ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജഗൻ, എനിക്ക് തിരുവാതിരക്കളി ലൈവായിട്ട് കാണണം. ഞാൻ പഠിച്ചിട്ടില്ല. നിർബന്ധമാണെങ്കിൽ ഇന്ന് രാത്രി പഠിച്ചിട്ട് നാളെ കാണിച്ചു തരാം. എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ഉണ്ണിമായോട് പോയി ചോദിക്കും. ആരാത്? ഉണ്ണിമായ. ഇവിടെ വാ. ഇവിടെ വരൂ.
ഞാൻ അതുവഴി പോയപ്പോ അറിയാതെ ഒരു കാല് തട്ടി. ആ ഉണ്ണിമായുടെ കാര്യം ജഗൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഉണ്ണിമായ, എനിക്ക് തിരുവാതിര കളി കാണാൻ കൊതിയാവുന്നു. ജഗൻ പറയുന്നു ഉണ്ണിമായോട് ചോദിക്കാൻ. ഈ മിഥുനത്തിലോ? തിരുവാതിര ധനൂല. അപ്പൊ വന്നാ കാണാം. അപ്പൊ പോരാ, എനിക്ക് ഇന്ന് കാണണം. ഈ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് നല്ല ഭംഗിയുള്ള കുട്ടികള് ഇങ്ങനെ സ്റ്റൈലായിട്ട്. ഒക്കെ ശരിയാ, പക്ഷെ ധനുമാസം വരെ കാത്തിരിക്കണം. ഓരോന്നിനും ഓരോ നേരം കാലമൊക്കെ ഉണ്ട്. ഇത് ചുമ്മാ ജാടയാണ് കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ട ടീച്ചറെ, പാവത്തിന്റെ ഒരു ആഗ്രഹല്ലേ. വലിയ ഐറ്റംസ് ഒന്നും വേണ്ട, ചെറിയൊരു ഇൻസ്റ്റന്റ് പ്രോഗ്രാം. ഉണ്ണിമായ വിചാരിച്ച നടക്കും. മതി, നിർത്തൂ. എല്ലാരും പൊയ്ക്കോളൂ, അത്രയും മതി. അയ്യോ, നല്ല സ്റ്റൈലായിട്ട് വന്നപ്പോഴാ എന്തിനാ നിർത്തിയേ? നേരം കുറച്ചായി. ഇവരെയൊക്കെ വീട്ടില് തിരക്കും. ഇവരൊന്നും ഈ തൊഴിലും കൊണ്ട് നടക്കണവരല്ല. കൊതി മാറാൻ മാത്രം കണ്ടില്ലേ? ആ, പരിഷ്കാരം എത്രടം വരെ എത്തി എന്നാ ഞാൻ ആലോചിക്കണേ. ബംഗളൂരിൽ നിന്നൊരു പെൺകുട്ടി തനിയെ വണ്ടി ഓടിച്ച് ഇത്രടം വരെ വരിക. ശിവശിവ, തൊഴുതും ഇടിക്കേ, തന്റെ ഇടം തന്നെയാണേ. ഇത് തന്റെ ഇടമൊന്നുമല്ല, തല്ലുള്ളിത്തരം. കാശിന്റെ ഹുങ്ക കുഴഞ്ഞാട്ടക്കാരിയുടെ. നല്ല കൂട്ടത്തിലുള്ള തന്നെ ആവും, അല്ലെങ്കിൽ തമ്പുരാനായിട്ട് സംസർഗം ഉണ്ടാവില്ലല്ലോ. എങ്കടാ? അതെ, മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കാൻ പോവുക. എന്താ പോരണോ? ഇത്തിരി കുശുമ്പില്ലേ വാക്കിലെന്നൊരു സംശയം ഉണ്ടാവണല്ലോ. വർഗം പെണ്ണല്ലേ. ശിവ. കുടിക്കാൻ വെള്ളം. താങ്ക്സ് ഉണ്ണി. ഈ കിടക്കവരി മാറ്റി വിരിക്കാം. ഗുഡ്. എനിക്ക് സ്ഥിരം ഉറങ്ങണ സ്ഥലത്ത് കിടന്നില്ലാച്ചാ ഉറക്കം വരില്ല. എന്താ ചെയ്യാ? നിങ്ങളെ ഒറ്റയ്ക്ക് കിടത്താൻ വയ്യല്ലോ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം. എനിക്കതാ ഇഷ്ടം. അയ്യോ, അത് വേണ്ട. പരിചയമില്ലാത്ത സ്ഥലല്ലേ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കിടന്നോളാം. അയ്യോ വേണ്ട, ഞാൻ തനിച്ച് കിടന്നോളാം. അല്ല, അത് ഒറ്റയ്ക്ക്. ഹായ്, മഴ.
മുമ്പ് കണ്ടിട്ടില്ലേ? വെക്കല്ലേ, എന്റെ വരവ് ആഘോഷിക്കാവും. പുരാണത്തിൽ കേട്ടിട്ടില്ലേ ഋഷ്യശൃംഗന്റെ കഥ? പയ്യൻസ് വന്നപ്പോ മഴ പെയ്ത കഥ. ഇത് ഋഷ്യശൃംഗയാണ്, നയൻതാര ഋഷ്യശൃംഗ. ആ കഥയില് ഒരാട്ടക്കാരി പെണ്ണുണ്ട്, ദേവദാസി. ഋഷ്യശൃംഗനെ കൊണ്ടുപോകാൻ വന്ന മായക്കാരി. ഉവ്വ്, ഞാൻ അതാവുന്നാണോ? ആണെന്ന് പറയണില്ല. പറഞ്ഞാലും നോ പ്രോബ്ലം. ഋഷ്യശൃംഗനെ കൊണ്ടുപോവാൻ അനുവദിച്ചാ മതി. എന്താ? എന്താണ് അന്തർജനം? ഉറങ്ങിയില്ല? ഭയങ്കര ലാത്തേടിയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ചുമ്മാ. ഈ ഉണ്ണിമായ ഭയങ്കര പുളുവടി. ഏയ് ജഗൻ, ഉറങ്ങരുത്. ഞാൻ മുറിയിലേക്ക് വരാം, എനിക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, യു ആർ വെൽക്കം. അതെ, ഇവിടെ തനിച്ച് ചേർന്ന പേടിക്കൂട്ടോ. തൂങ്ങി മരിച്ച പഴയൊരു തമ്പുരാന്റെ പ്രേതം ഇവിടെ ചുറ്റിക്കറങ്ങണുണ്ട്. പലരും കണ്ട് പേടിച്ചിട്ടുണ്ട്. സത്യ പറയണേ. ആണോ? ആ, എന്നാലേ എനിക്ക് പ്രേതത്തിനെ ഭയങ്കര ഇഷ്ടാ. അതും തമ്പുരാൻ പ്രേതാകുമ്പോ കൂടുതൽ. ഉണ്ണിമായി പൊയ്ക്കോ, രാവിലെ ഞാൻ പറഞ്ഞു തരാം എക്സ്പീരിയൻസ്. ഇപ്പൊ പൊയ്ക്കോളൂ കേട്ടോ. കമോൺ, എന്താ പതിവില്ലാത്ത സ്റ്റാർട്ടിങ് ട്രബിൾ? പറയടോ. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. ഓക്കെ, എന്റെ അച്ഛനെ അറിയാലോ ജഗന്? യെസ്. എന്റെ അച്ഛൻ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. ഇത്രയും ലിബറൽ ആയ, ജനറസ് ആയ, ലവബിൾ ആയ അച്ഛനെ കിട്ടില്ല ആർക്കും. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ഛൻ ഒരു കണ്ടീഷൻസും വെച്ചില്ല. എനിക്ക് ആബ്സല്യൂട്ട് ഫ്രീഡം തന്നു, എനിക്ക് തോന്നുന്നത് ചെയ്യാനുള്ള ഫ്രീഡം. കഴിഞ്ഞ ദിവസം അച്ഛൻ വളരെ സീരിയസ് ആയ ഒരു മാറ്റർ എടുത്തിട്ടു, എന്റെ വിവാഹം. അച്ഛന് പ്രായം കൂടി വരുന്നു, എനിക്കും. ആരെ വേണമെങ്കിലും മാരി ചെയ്യാം, അച്ഛൻ എതിർപ്പില്ല. പക്ഷെ അത് എളുപ്പം വേണമെന്ന് മാത്രം. അച്ഛൻ എന്നോട് ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം, ഞാൻ ഓർത്തപ്പോ ഹീസ് റൈറ്റ്, സെറ്റിൽഡ് ആവാൻ ടൈമൊക്കെ ആയി. പക്ഷെ ആര്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ആരും പ്രേമിച്ചിട്ടില്ല, ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. പരിചയമുള്ള പുരുഷന്മാരുടെ മുഖങ്ങൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ അതിൽ കൊള്ളാവുന്ന ഒരാൾ താനാ. വാട്ട് യു തിങ്ക് ജഗൻ? ഇപ്പൊ മനസ്സിലായല്ലോ, സ്വന്തം വിവാഹത്തിന്റെ ആലോചനയുമായി വന്ന ഒരു പെണ്ണിന്റെ ചളിപ്പാ ജഗൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കിയത്. നിന്റെ ഈ ക്യാരക്ടർ, ഈ ഫ്രാങ്ക്നെസ് ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഒരുപാട് പണമുണ്ട് അച്ഛന്റെ കയ്യില്, അത് മുഴുവൻ എനിക്കാ. ജഗനെ പോലെ തന്നെ എനിക്കതിൽ താല്പര്യമില്ല. നമുക്ക് ജീവിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുത്തേക്കാം, വേണമെങ്കിൽ നമ്മുടെ ഉണ്ണിമായ്ക്ക് കൊടുത്തേക്കാം. എന്നിട്ട് ജഗന്റെ ഫേവറേറ്റ് പ്ലേസിലെ പാരീസ്, പാരീസിൽ സെറ്റിൽ ചെയ്യാം. എവിടെ വേണമെങ്കിലും, എനിവേ ഇൻ ദിസ് വേൾഡ്. പാരീസിനെ, വിയന്നെ, യൂറോപ്പിനെ സ്നേഹിച്ചിരുന്ന ജഗനല്ലേ ഇത്? ഇപ്പൊ എനിക്കിഷ്ടം ഈ കണിമംഗലമാണ്, ഈ കോവിലകമാണ്. ജഗന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് എളുപ്പം കഴിയും. നയൻ, എന്റെ ചുരുക്കം ചില സെൻസിബിൾ ഫ്രണ്ട്സിൽ ഒരാളാണ് നീ. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ നാട്ടിലേക്കും ഈ പഴഞ്ചൻ കോവിലകത്തേക്കും എന്നെ കൊണ്ടുവന്ന ചിലതുണ്ട്. ഒരിക്കലും ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ചിലത്. തുടക്കത്തിൽ വെറും ഒരു യാത്ര, പിന്നെ കുറച്ച് ദിവസം തങ്ങണമെന്ന് തോന്നി. ഇപ്പൊ എന്നെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ചില കമ്മിറ്റ്മെന്റ്സ്. എല്ലാം കഴിയുന്ന ഒരു ദിവസം വന്നാൽ ഞാനിവിടം വിടുമായിരിക്കും. പക്ഷെ അന്ന് എൻ്റെ ഇടം കൈയിൽ ഒരു പെൺകുട്ടിയുടെ വലം കൈ ഉണ്ടാവും. അവളറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നു, ഞാൻ പ്രേമിക്കുന്നു. മുമ്പുണ്ടായിട്ടില്ലാത്ത ഒരു ഫീൽ അതെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഐ ആം ഇൻ ലവ്, നയൻ. ഉണ്ണിമായ,
അതെ, അവളെയാണ് ഞാൻ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് വെറും പ്രേമവും പ്രണയവും മാത്രമല്ല, ആരും തുണയില്ലാത്തൊരു പാവം പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം. My congrats, Jigan.